ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്യൂലിപ്പ് ഫ്ലവർ ആണ്. അതിനാണ് A4 സൈസിലുള്ള കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കളർ പേപ്പർ ഒരു കറക്റ്റായി ഇതുപോലെ മടക്കി വെക്കുക. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിന് ഇതൊരു സ്ക്വയർ പേപ്പറായി കിട്ടിയിട്ടുണ്ട്. അതിനെ ഇതുപോലെ മടക്കി കൊടുക്കുക. ക്യാരറ്റ് ഇപ്പോൾ ഒരു കോൺ ഷേപ്പായി ഇങ്ങനെ മടക്കി വിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ആ ലൈന് അനുസരിച്ച് ഇതിനെ ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, ട്രയാങ്കിൾ ഷേപ്പായി. നമുക്ക് ഇതുപോലെ അടക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും മടക്കിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതിനെ ഒന്ന് മടക്കി ഒന്ന് കാണുന്നത് പോലെ ആക്കാം. രണ്ട് സൈഡും അങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലത്തെ ഇതെടുത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായി ഇട്ട് കൊടുക്കണം. ഇതുപോലെ രണ്ട് സൈഡും ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഫ്ലവർ ആവാനായി. ഇനി ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതിലെ കുറച്ച് ഊതി കൊടുക്കാം. അപ്പോൾ ഇത് പൊന്തി വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഊതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഒരു ഗമ്മൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഡയറക്റ്റായി വായിൽ വെച്ച് തന്നെ ഊതാം, അല്ലെങ്കിൽ സ്ട്രോയോ ഹാൻഡും വെച്ച് ഊതാം. ഇനി ഇതിൻ്റെ പെറ്റൽസ് ഓരോന്നായി നല്ല അഴുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല അഴുത്തി കൊടുക്കണം. ഞാൻ പെറ്റൽസ് അഴുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇനി ഇതിൻ്റെ സ്റ്റെമ്മ് ആക്കാം. അപ്പോൾ ഈ ഫ്ലവർ റെഡിയായി. ഫ്ലവർ മാറ്റി വെക്കാം. ഇനി സ്റ്റെം ഉണ്ടാക്കാം. സ്റ്റെം ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു വേസ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പെന്നിൻ്റെ റിഫിൽ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഇതിനെ ചുരുട്ടാം. നമുക്ക് പറ്റുന്നത്രയും ചെറിയ തടിയാവാതെ ചുറ്റി കൊടുക്കാം. ഇനി ഞാൻ ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഫെവിക്കോൾ ഗമ്മാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോൾ ഗമ്മ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് കട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു കത്തി വെച്ച് ഇതിൻ്റെ അറ്റം ഒന്ന് കട്ടാക്കി കൊടുക്കാം. ഇനി അറ്റം കട്ടതിന് ശേഷം ഒരു ഗ്രീൻ കളറുള്ള ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ റോളാക്കി എടുക്കാൻ. ഇത് വെച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഗമ്മിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റിക്ക് വെച്ച് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് റോളാക്കി കൊടുക്കാം. അത് ടൈറ്റായി റോളാക്കി കൊടുക്കണം.
അറ്റം കുറച്ച് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്ത പേപ്പർ കുറച്ച് ചെറുതായതുകൊണ്ട് ഇത് കുറച്ച് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ കട്ടാക്കി എടുക്കാണ്. ഇതിൻ്റെ അറ്റം കുറച്ച് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, അതിനെയും കട്ടാക്കാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റമ്പ് റെഡിയായി. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഗമ്മാക്കി കൊടുക്കാം. ഇത് കറക്റ്റ് ടൈറ്റായി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സൈഡ് പ്രസ്സാക്കി കൊടുക്കാം. നമ്മളെ തുണി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ.